ശ്രീരാമകൃഷ്ണൻ, ഇതൊരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിരുന്നോ? അങ്ങ് പാർട്ടിയുടെ എല്ലാമായിരുന്നു ആ മേഖലയിലെ. ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി അങ്ങേക്ക് മകനെ പോലെയാണ്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണോ ഈ തട്ടിക്കളയും ഒപ്പം കൊന്നുകളയേണ്ടി വരും തുടങ്ങിയ പരാമർശങ്ങൾ ഉണ്ടായത്? അത് ഒരിക്കലും അങ്ങനെ ഒരു സംഭാഷണമല്ല. ആദ്യം എന്നെ വിളിച്ചിട്ട് വളരെ അനാവശ്യമായ രീതിയിൽ പാർട്ടിയുടെ സമ്പത്തെന്തോ ഞാൻ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ജംഷീർ എന്ന് പറയുന്ന ആൾ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു 7 മിനിറ്റോളം സംസാരിച്ചിട്ട് പറയുന്നു, ഇത് ഞാനിപ്പോൾ മര്യാദയ്ക്ക് പറയുകയാണ്, നിങ്ങളിത് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ തട്ടിക്കളയുന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായ കാര്യം ഇപ്പോഴത്തെ നിലവിലുള്ള ഏരിയ സെക്രട്ടറി പരമേശ്വരൻ പറഞ്ഞത് അച്ഛനും മകനുമായിട്ടുള്ള ബന്ധാണെന്നാണ്. അച്ഛനും മകനുമായിട്ടുള്ള ബന്ധാണെങ്കിൽ മകൻ അച്ഛനെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതാണോ ഈ നാട്ടിലെ ഒരു സദാചാരം? പിന്നെ ഇവിടെ എത്രയോ സ്വതന്ത്രന്മാര് 2018 എന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, അതിന്റെ കാരണം അല്ലെ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഒഴിവായത്. അത് കഴിഞ്ഞ് 5 വർഷം മുന്നുമാണ് എന്റെ പാർട്ടി മെമ്പർഷിപ്പ്, മനോരമയിൽ കൂടിയാണ് ഞാൻ അറിയുന്നത് എന്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇതുമായിട്ട് സാഹചര്യത്തിൽ ഞാൻ ആ കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും ദേശാഭിമാനി പത്രം തന്നെ എന്റെ വീട്ടിൽ വരുത്തുന്നതും ഞാനിത് വായിക്കുന്നതും അല്ലെ അങ്ങനെ അതേ രീതിയിൽ ഉണ്ട്. പൊതുജനങ്ങളുടെ പല വിഷയങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട്. ഇവിടെ അഴിമതി എന്ന് പറഞ്ഞ ഇപ്പം അവിടെ ചർച്ചയ്ക്ക് മുന്നേ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, എന്തോരം രീതിയിലുള്ള അഴിമതികളാണ് ഈ ഭാഗത്ത് ഓരോന്നും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അഴിമതികളെല്ലാം ചൂണ്ടിക്കാണിച്ച് പല പ്രാവശ്യവും ഞാൻ ഇവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകര് മറ്റുള്ള ആൾക്കാരെ കഴിഞ്ഞ് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അവര് ചില കാര്യങ്ങൾ സഹിക്കാനും ഉപേക്ഷിക്കാനും തയ്യാറാകണം. മറ്റുള്ള ആൾക്കാർക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ്. ഇന്ന് ഇവര് പ്രധാനപ്പെട്ട അട്ടപ്പാടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞാൻ ഈ 43 വർഷക്കാലം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ട് യാതൊരു സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് എനിക്കതിന് യാതൊരു സങ്കടവും ഇല്ല. പക്ഷെ അവരടക്കം ഇന്ന് എന്നെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് 10 പൈസ പോലും കക്കണം, പൈസ ഉണ്ടാക്കണം, എന്നിരുന്നാലേ സമൂഹത്തിൽ മാന്യന്മാരാകും എന്നുള്ള രീതിയിൽ ഈ ഇളം തലമുറയ്ക്ക് ഒരു മെസ്സേജാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ രണ്ടാമത് റിയൽ എസ്റ്റേറ്റുകാര്, അതേമാതിരി മണ്ണ് കച്ചവടക്കാര്, അങ്ങനെ നിരവധി ആൾക്കാരാണ് ഇന്ന് ഈ സ്ഥാനത്ത് ജീവത്യാഗം ചെയ്തത് കെട്ടിയപ്പെടുത്തുകൊണ്ടുവന്ന അവരെല്ലാം ഇരുന്ന കസേരയിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ട് ഒരു രീതിയിൽ തിരുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് വാർഡിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് പല ആൾക്കാരും ഇവര് പറഞ്ഞിട്ട് തന്നെ എന്നോട് ആദ്യം പിൻവലിക്കണം, നീ മത്സരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പ്രായപൂർത്തിയായ മനുഷ്യനല്ലേ, എനിക്കിവിടെ വോട്ടവകാശമുള്ളതല്ലേ, ഞാൻ ഇന്ത്യൻ പൗരനല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ നീ ഒരു കാരണവശാലും മത്സരിക്കാൻ പാടില്ല. ശ്രീ രാമകൃഷ്ണൻ, ഇത് കൃത്രിമമായി തയ്യാറാക്കിയ ഒരു ഓഡിയോ സന്ദേശമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിമർശനം ഉണ്ടായാൽ എന്താണ് അതിന് മറുപടി? ഇത് ഒരു കൃത്രിമമായിട്ട് അല്ല. ജംഷീർ നേരിട്ട് ഇത് എന്നോട് വിളിച്ചു പറഞ്ഞതും ഈ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനുള്ള ശ്രമം കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള തിരിമറികളൊക്കെ ചെയ്യുമായിരിക്കും. ശരി, ദയവ് ഇത് തുടരണം ശ്രീ രാമകൃഷ്ണൻ.